ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് വോൾട്ടീറ ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ, സോ ഇവിടെ 9th ഇക്വേഷൻ നോക്കാം. അതിൽ നമുക്ക് കാണാം എഫ് ഓഫ് ടി ഈക്വൽ ടു ജി ഓഫ് ടി പ്ലസ് ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് ടു എച്ച് ഓഫ് ടി മൈനസ് ടു ഡി ടു. ഈ ഒരു ഫോർമാറ്റിലുള്ള വോൾട്ടീറ ഇൻ്റഗ്രൽ ഇക്വേഷനാണ്. അത് നമ്മൾ സോൾവ് ചെയ്യാണ്. നമ്മൾ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഓക്കെ, സോ നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കാണാനായിട്ട് പറ്റും എഫ് ഓഫ് ടി എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ നമുക്ക് എന്താണെന്ന് അറിയില്ല. എന്നാൽ ആ ഫംഗ്ഷൻ നമുക്ക് ആ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് പറ്റും ചെയ്യും. കണ്ടോ, ആ ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് ടോ എന്ന് പറയുന്ന ആ അൺനോൺ ഫംഗ്ഷൻ അടക്കം ആ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഇക്വേഷൻസിനാണ് നമ്മൾ വോൾട്ടീറ ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇക്വേഷൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ നമുക്കിവിടെ ജി ഓഫ് ടിയും എച്ച് ഓഫ് ടി മൈനസ് ടോയും നമുക്കറിയാം. പക്ഷേ എഫ് ഓഫ് ടോ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് അറിയില്ല. എന്നാൽ ആ അറിയാത്ത ഫംഗ്ഷൻ ആ ഇൻ്റഗ്രൽ സൈൻ്റെ ഉള്ളിൽ കയറി വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഇത്രയും നാൾ പഠിച്ച ഈ പറയുന്ന കൺവല്യൂഷൻ തിയറും അതുപോലെ തന്നെ റിസൾട്ട് 7 ഇതാണ്. ലാപ്ലേസ് ഓഫ് ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് ടോ ടി ടു ഈക്വൽ ടു എഫ് ഓഫ് എസ് ബൈ എസ്. ഈ രണ്ട് റിസൾട്ടുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന വോൾട്ടീറ ഇൻ്റഗ്രൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ നമ്മൾ കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്യുന്നത് ഈ ഒരു പാർട്ടിലായിരിക്കും. ഓക്കെ, കാരണം എന്താ, അത് ആക്ച്വലി എന്താണ്, എഫ് സ്റ്റാർ എച്ച് ആണ് അല്ലേ. നമ്മൾ എഫ് സ്റ്റാർ ജി ആണ് പറഞ്ഞിരിക്കുന്നത്. ആ ജിയുടെ സ്ഥാനത്ത് ഇൻ്റഗ്രലിൽ ആറ് വന്നിട്ടുണ്ടെന്നുള്ളൂ, എച്ച് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് വന്നിരിക്കുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ അവിടെ ആയിരിക്കും നമ്മൾ കൺവല്യൂഷൻ തിയറത്തിൻ്റെ യൂസേജ് വരുന്നത്. സോ എഫ് സ്റ്റാർ എച്ച് ആണ്. അപ്പോൾ ലാപ്ലേസ് ഓഫ് എഫ് സ്റ്റാർ എച്ച് എന്ന് പറയുന്നത് എന്ത് വരും, ലാപ്ലേസ് ഓഫ് എഫ് ഇൻറ്റു ലാപ്ലേസ് ഓഫ് എച്ച്. സോ എഫ് ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് എന്ന് പറയുന്ന ഫോർമാറ്റിലായിരിക്കും അവിടെ ആൻസർ വരുന്നുണ്ടാവാം. ഓക്കെ, സോ കൺവല്യൂഷൻ തിയറും അതുപോലെ നമ്മുടെ ഈ പറയുന്ന 7th റിസൾട്ടൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇത് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ 6 ആണ് നോക്കുന്നത്. സോൾവ് എഫ് ഓഫ് ടി ഈക്വൽ ടു 3t² മൈനസ് ഇ റേസ്റ്റ് മൈനസ് ടി മൈനസ് ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് ടോ ഇ റേസ്റ്റ് ടു ടി മൈനസ് ടോ ഡി ടോ ഫോർ എഫ് ഓഫ് ടി. എഫ് ഓഫ് ടി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് എഫ് ഓഫ് ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. സോ ഇതൊരു വോൾട്ടീറ ഇൻ്റഗ്രൽ ഇക്വേഷൻ ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ ആ ഇൻ്റഗ്രൽ സൈൻ്റെ ഉള്ളിൽ വന്ന് കിടക്കുന്നുണ്ടാവും. ഓക്കെ, സോ നോക്കിക്കഴിഞ്ഞാൽ കാണാം എഫ് ഓഫ് ടോ എന്ന് പറയുന്ന ഒരു ടേം അവിടെ കിടക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ വോൾട്ടീറ ഇൻ്റഗ്രൽ ഇക്വേഷൻ. ഓക്കെ, നമുക്കപ്പം ഇനി ഓരോ ടേംസ് ആരൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. നമ്മുടെ വോൾട്ടീറ ഇൻ്റഗ്രൽ ഇക്വേഷൻ പ്രകാരം എച്ച് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ എച്ച് ഓഫ് ടി മൈനസ് ടോ എന്ന് പറയുന്നത് എന്താണ്, ഇ റേസ് ടു ടി മൈനസ് ടോ ആണ്. അപ്പോൾ എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് ആരായിട്ട് വരും, ഇ റേസ് ടു ടി ആയിട്ട് വരും. ഓക്കെ, ഇനി എൽ ഓഫ് എഫ് ഓഫ് ടി നമ്മൾ എങ്ങനെ എടുക്കണു, എഫ് ഓഫ് എസ് ആയിട്ട് എടുക്കണു. എൽ ഓഫ് ഇ റേസ് ടു ടി എന്ന് പറയുന്നത് എന്താണ്, എൽ ഓഫ് ഇ റേസ് ടു എ ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 1/s മൈനസ് എ ആണ്. അപ്പോൾ ഇ റേസ് ടു ടി ആകുമ്പോൾ 1/s മൈനസ് 1 എന്ന് വരും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഈ ഇക്വേഷന് ത്രൂ ഔട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ടേം എന്തായി മാറും, എഫ് ഓഫ് എസ് ആയിട്ട് മാറും. അടുത്തത് എന്താണ്, 3t² ആണ്. 3t² ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്, 3 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ 3 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t² വരും. അതിനർത്ഥം എന്താ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 3t² എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്, 2 ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് ആണ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഓക്കെ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് റേസ് ടു എൻ പ്ലസ് 1 ആണ്. സോ t² ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കും, അപ്പോൾ 2 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് റേസ് ടു 2 പ്ലസ് 1, അതായത് എസ് ക്യൂബ് ആയിരിക്കും. ഓക്കെ, സോ അതങ്ങനെ വന്നു. ഇനി അടുത്തത് എന്താ, ഇ റേസ് ടു മൈനസ് ടി. എ റേസ് ടു എ ടിയുടെ ലാപ്ലേസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ 1/s മൈനസ് എ ആണ്. അങ്ങനെ എ റേസ് ടു മൈനസ് ടിയുടെ ലാപ്ലേസ് എന്തായിരിക്കും, 1/s പ്ലസ് 1 ആയിരിക്കും. സോ അത് അവിടെ എഴുതി. ഇനി അടുത്തത് എഴുതിയിരിക്കുന്നതാണ് നോക്കേണ്ടത്. അടുത്തത് എന്താ, ഇൻ്റഗ്രലാണ്. ഇൻ്റഗ്രലിൻ്റെ ലാപ്ലേസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ആക്ച്വലി ഇത് എന്താണ്, എഫ് സ്റ്റാർ ഇ റേസ് ടു
ടി ആണ്. ഇയാളുടെ ലാപ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ? ബൈ കൺവല്യൂഷൻ തിയറി പ്രകാരം ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു ലാപ്ലേസ് ഓഫ് ഇ റേസ് ടു ടി ആണ്. അല്ലേ? കൺവല്യൂഷൻ തിയറി പ്രകാരം എഫ് സ്റ്റാർ ഇ റേസ് ടു ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു ടി ആണ്. ഓക്കെ, അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് എന്താണ്? എഫ് ഓഫ് എസ് ആണ്. അതവിടെ എഴുതി. ദെൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ റേസ് ടു ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് മൈനസ് 1 ആണ്. സോ ആ രണ്ട് ടേം നമ്മളവിടെ എടുത്തെഴുതി. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണു? എഫ് ഓഫ് എസിൻ്റെ ടേംസ് ഒക്കെ ഒരു സൈഡിലേക്ക് ആക്കണം. ഈ ഒരു ടേമും നമ്മൾ ഒരു സൈഡിലേക്ക് ആക്കുന്നു. അപ്പോൾ എന്ത് വരും? എഫ് ഓഫ് എസ് പ്ലസ് എഫ് ഓഫ് എസ് ഡിവൈഡ് ബൈ എസ് മൈനസ് 1 എന്ന് വരും. സോ മൊത്തത്തിലൊന്ന് നമ്മൾ അതിനെ റീഅറേഞ്ച് ചെയ്യുന്നു. ദെൻ നമുക്ക് എങ്ങനെ വരും? എഫ് ഓഫ് എസ് ഈക്വൽ ടു 6 ബൈ എസ് ക്യൂബ് മൈനസ് 6 ബൈ എസ് റേസ് ടു 4 പ്ലസ് 1 ബൈ എസ് മൈനസ് 2 ഡിവൈഡ് ബൈ എസ് പ്ലസ് 1 എന്ന് വരും. ഓക്കെ, അവിടെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എസ് പ്ലസ് 1 എസ് മൈനസ് 1ഉം ആ ടേംസ് വരുമ്പോൾ അവിടെ എസ് സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്ന ഒരു ടേമൊക്കെയാണ് വരാം. ഓക്കെ, ഇങ്ങനെയാണ് എഫ് ഓഫ് എസിൻ്റെ ടേം നമ്മൾ ഒരു സൈഡിലേക്ക് എടുക്കുമ്പോൾ എങ്ങനെ വരും? എഫ് ഓഫ് എസ് ഇൻറ്റു 1 മൈനസ് 1 പ്ലസ് എസ് മൈനസ് 1 എന്ന് വരും അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് ബാക്കി ടേംസ് വരാം. ഓക്കെ, സോ ഈ എസ് മൈനസ് 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരാൻ പോണത് എഫ് ഓഫ് എസ് ഇൻറ്റു എസ് ഡിവൈഡ് ബൈ എസ് മൈനസ് 1. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. സോ നമ്മളത് താഴോട്ട് എസ് മൈനസ് 1 ടോപ്പിലോട്ട് വരും. അതുപോലെ എസ് എന്ന് പറയുന്നത് താഴോട്ട് വരും അല്ലേ? ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എസ് മൈനസ് 1 മൾട്ടിപ്ലിക്കേഷൻ ആവും, എസ് എന്ന് പറയുന്നത് ഡിവിഷൻ ആയിരിക്കും. സോ അത് രണ്ടും ചെയ്ത് വരുമ്പോൾ നമുക്ക് എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് എങ്ങനെയായിട്ട് വരും? 6 ബൈ എസ് ക്യൂബ് മൈനസ് 6 ബൈ എസ് റേസ് ടു 4 പ്ലസ് 1 ബൈ എസ് മൈനസ് 2 ബൈ എസ് പ്ലസ് 1 എന്ന് പറയുന്ന ഫോർമാറ്റിലോട്ട് വരും. ഓക്കെ, സോ നമ്മളിനി എന്ത് ചെയ്യുക? നമുക്ക് എഫ് ഓഫ് ടി ആണ് വേണ്ടത്. ആ എഫ് ഓഫ് ടിയിലോട്ട് എത്തിക്കാനായിട്ട് നമ്മളിനി എന്ത് ചെയ്താൽ മതി? ത്രൂ ഔട്ട് ലാപ്ലേസ് ഇൻവേഴ്സ് ചെയ്താൽ മതി. ഓക്കെ, സോ ഫസ്റ്റ് ടേം നോക്കാം. 6 ബൈ എസ് ക്യൂബ്. 6 ബൈ എസ് ക്യൂബിൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ് എന്തായിരിക്കും? നമുക്കറിയാം താഴെ എസ് ക്യൂബ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ പ്ലസ് 1ൻ്റെ സ്ഥാനത്ത് 3 ആണെങ്കിൽ മുകളിൽ ആരാണ് വേണ്ടത്? 2 ആണ് നമുക്കവിടെ വേണ്ടത് അല്ലേ? അപ്പോൾ 2 ഫാക്ടോറിയൽ അവിടെ നിർത്തിയിട്ട് ആ 6ലെ ബാക്കി 3നെ നമ്മൾ ഔട്ട് സൈഡ് എഴുതുന്നു. സോ അതുകൊണ്ടാണ് അവിടെ താഴെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് വന്നിരിക്കുന്നത്? 3 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 2 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് ക്യൂബ് എന്ന് വന്നിരിക്കുന്നത്. മൈനസ് അടുത്തടുത്ത് എന്താ വേണ്ടത്? എസ് റേസ് ടു 4 ആണ് അല്ലേ? എസ് റേസ് ടു 4 ആകുമ്പോൾ എൻ പ്ലസ് 1 എന്ന് പറയുന്നത് 4 ആണെങ്കിൽ എൻ എന്ത് വരണം? 3 വരണം. ഓക്കെ, അപ്പോൾ 3 ആണെങ്കിൽ നമുക്കവിടെ എന്ത് ചെയ്യണം? 3 ഫാക്ടോറിയൽ ആണ് മുകളിൽ വരേണ്ടത്. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വേണ്ടത്? 3 ഫാക്ടോറിയൽ എത്രയാണ്? 6 ആണ്. സോ ആ 6 മുകളിലുണ്ട്. സോ നമുക്കത് വേറെ കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, അതങ്ങനെ തന്നെ എഴുതി. ഇനി അടുത്ത് 1 ബൈ എസിൻ്റെ ലാപ്ലേസ്. അടുത്തത് 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ ലാപ്ലേസിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്നു. സോ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് പ്ലസ് 1 വന്നു. ഓക്കെ, സോ നമുക്കിതിൽ ഇതെന്ന് പറയുന്നത് എന്താണ്? 3 ഇൻറ്റു ടി സ്ക്വയർ ആണ്. ഇതെന്ന് പറയുന്നത് ടി ക്യൂബാണ്. ഇത് 1 ആണ്. ഇത് ഇ റേസ് ടു മൈനസ് 1 ആണ്. അതൊക്കെ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? 3 ടി സ്ക്വയർ മൈനസ് ടി ക്യൂബ് പ്ലസ് 1 മൈനസ് 2 ഇ റേസ് ടു മൈനസ് ടി എന്ന് വരും. ഓക്കെ, സോ ഇവിടെ നമുക്ക് ചെറിയൊരു പാർഷ്യൽ ഫ്രാക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെയാണ്. ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റാനാണ് കുറച്ച് സമയം എടുക്കുന്നത്. ഓക്കെ, സോ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് വരും? അവിടെ നമുക്ക് വരാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. എഫ് ഓഫ് എസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഫസ്റ്റ് ടേമിൽ എങ്ങനെയായി മാറും? എസ് കൊണ്ട് നമ്മൾ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ 6 ബൈ എസ് റേസ് ടു 4 എന്ന് വരും ഇൻറ്റു എസ് മൈനസ് 1. ഓക്കെ, മൈനസ് എസ് മൈനസ് 1 ഡിവൈഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1. ദെൻ അടുത്ത ടേമിൽ എന്ത് വരും? മൈനസ് 1 എഫ് ഓഫ് എസിൻ്റെ ടേമില്ല. സോ അതവിടെ ഇല്ല, ആ ടേമില്ല. ഓക്കെ, ഈ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് വരാം. ഓക്കെ, ഈ ഒരു ഫോർമാറ്റിൽ വരുമ്പോൾ നമ്മൾ
ഇവിടെ 6x, അതായത് ഈ s⁴ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 6s ഡിവൈഡഡ് ബൈ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 6x ഡിവൈഡ് ബൈ s⁴ വരും, മൈനസ് 6 ഡിവൈഡ് ബൈ s⁴. സോ ഈ എസ്സും ഈ എസ്സിൽ ഒരു എസ്സും വെട്ടിപ്പോകുമ്പോൾ 6 ഡിവൈഡ് ബൈ s³ മൈനസ് 6 ഡിവൈഡ് ബൈ s⁴. അങ്ങനെയാണ് ഫസ്റ്റത്തെ 2 ടേംസ് വരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു പാർട്ടിന് നമ്മൾ എന്ത് ചെയ്യും? പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ടാണ് ലാസ്റ്റ് പറയുന്ന ഈ ഒരു പാർട്ടിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. ഓക്കെ, ഒരു പാർട്ടിന് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ എങ്ങനെ ചെയ്യും? താഴെ നമുക്ക് 2 ടേംസാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുക? a ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ആയിട്ട് നമ്മളത് ചെയ്യും. ഇത് കാണിച്ചു തരാം. ഈ ഒരു ടേമിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം നമുക്ക്. അപ്പോൾ എങ്ങനെ എഴുതാം? s-1 ഡിവൈഡ് ബൈ s ഇൻറ്റു എസ് പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് എഴുതും? a ഡിവൈഡ് ബൈ s പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 എന്ന് എഴുതും. ഓക്കെ, ദെൻ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് s-1 ഈക്വൽ ടു a ഇൻറ്റു എസ് പ്ലസ് 1 പ്ലസ് ബി എസ് എന്ന് വരും. ഓക്കെ, s-1 ഈക്വൽ ടു a ഇൻറ്റു എസ് പ്ലസ് 1 പ്ലസ് ബി എസ് എന്ന് വരും. സോ നമുക്ക് എയും ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മളിവിടെ എസ്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? എസ്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ a ഈക്വൽ ടു -1 എന്ന് വരും. ഓക്കെ, എസ്സിന് -1 കൊടുത്താലോ ഇവിടെ -2 ആവും അല്ലേ? എസ്സിന് -1 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം 0 ആയി പോവും. ഇവിടെ എന്ത് വരും? -2 ഈക്വൽ ടു എന്ത് വരും? ഇവിടെ -1 ആണ് കൊടുക്കുന്നത്, മൈനസ് ബി വരും. അതായത് ബി ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേമിന് ഇങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്നത് 1/s. ഓക്കെ, സോ അങ്ങനെയാണ് ഈ പറയുന്ന പാർഷ്യൽ ഫ്രാക്ഷനിലോട്ട് എത്തുന്നത്. a/s എന്ന് പറയുന്നത്, a എന്ന് പറയുന്നത് 1 കിട്ടി, b എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 2 ആണെന്ന് കിട്ടി. ഓക്കെ, സോ -2. സോ നമുക്ക് -2 എന്ന് കിട്ടി. സോ 2/s പ്ലസ് 1 ഈ ഒരു ഫോർമാറ്റിലേക്ക് അത് വന്നു. ഈ ഒരു പാർഷ്യൽ ഫ്രാക്ഷൻ മാത്രമാണ് നമുക്കവിടെ ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കിങ്ങനെ പ്രൊഡക്റ്റായി വരുന്ന ടേംസിനെ ഡയറക്റ്റ് നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ അറിയില്ല. സോ മാക്സിമം താഴെ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 ടേംസിൻ്റെ പ്രൊഡക്റ്റായിട്ട് വരുവാണെങ്കിൽ, പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ടേംസുകളാണെങ്കിൽ നമ്മളത് യൂസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. അത് നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പത്തിലാക്കും. ഓക്കെ, സോ ഇതാണ് വോൾട്ടേറ ഇൻ്റഗ്രൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ്. സോ വോൾട്ടേറ ഇൻ്റഗ്രൽ ഇക്വേഷൻ ആണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇത്രയേ ഉള്ളൂ. f(t) എന്ന് പറയുന്ന ആ അൺനോൺ ഫംഗ്ഷൻ ആ ഇൻ്റഗ്രൽ സൈൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. സോ അവർ രണ്ടുപേരും നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ഇൻ്റഗ്രൽ 0 to t f(t)d(2) ഈക്വൽ ടു f(s)/s എന്ന് പറയുന്ന ആ 7th റിസൾട്ടും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് വോൾട്ടേറ ഇൻ്റഗ്രൽ ഇക്വേഷൻ. അപ്പോൾ ഈ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.